UDFിലെ കരുത്തനായ സ്ഥാനാർത്ഥിയെ എതിരിടാൻ LDF കളത്തിലിറക്കിയത് ഒരു യുവമുഖത്തെയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും DYFI ജില്ലാ പ്രസിഡന്റുമായ MB ഫൈസൽ. ഫൈസലിന്റെ ഒരു ദിവസത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ഞങ്ങളും അനുഗമിക്കുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അല്പനേരത്തെ വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങുന്നത് മൂച്ചുകുണ്ട് ഭാഗത്തേക്കാണ്. ആദ്യത്തെ പര്യടന കേന്ദ്രം അവിടേക്കാണ്. ഇനി പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതിന്റെ മണിക്കൂറുകളാണ്. ആദ്യത്തെ പ്രചാരണം വണ്ടിക്കകത്ത് തന്നെ, ന്യൂ ജനറേഷൻ മോഡൽ. വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും ലാൽസലാം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളുടെയും പിന്തുണയും സഹായവും സഹകരണവും തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് എത്ര കേന്ദ്രങ്ങളാണ്? ഇന്ന് 42 കേന്ദ്രങ്ങളിലാണ് സ്വീകരണ പരിപാടികളുള്ളത്. എങ്ങനെയുള്ള പരിപാടികളാണ്? ഇനി കുടുംബയോഗങ്ങൾ അങ്ങനെ വല്ലതും? അല്ല, കുടുംബയോഗങ്ങൾ വേറെ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഇത് സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനമാണ്, അതിൻ്റെ രണ്ടാം ഘട്ടമാണ്. മറ്റ് കുടുംബയോഗങ്ങൾ ഇതിന് സമാന്തരമായി വേറെ നടക്കുന്നുണ്ട്. അതിൽ മന്ത്രിമാരും MLA മാരും മറ്റ് നേതാക്കന്മാരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസത്തെ ഒരു പര്യടനമൊക്കെ വെച്ച് നമുക്ക് ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? നല്ല പ്രതികരണമാണ്. തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പുറത്ത് ഇറങ്ങിയ മുതൽ തന്നെ നല്ല പ്രതികരണം, നല്ല പിന്തുണയും നല്ല പ്രോത്സാഹനവുമാണ് പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും പൊതു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ലഭിച്ചത്. അതൊരു വലിയ ആത്മവിശ്വാസമാണ്. നേരത്തെ ലീഗിനുള്ള വലിയ ഭീമമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം അത് തകർക്കാനുള്ള എന്തായാലും തകർക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായി. തീർച്ചയായിട്ടും ആ ഭൂരിപക്ഷം മറികടന്ന് ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ലീഗിലെ കാര്യം നോക്കുമ്പോൾ ലീഗ് വർഗീയ പാർട്ടിയാണെന്നാണ് പിന്നെ BJP പറയുന്നുണ്ട്. LDFിലെ തന്നെ ചില നേതാക്കളും പറഞ്ഞു ലീഗ് വർഗീയ പാർട്ടിയാണെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ സ്ഥാനാർത്ഥി ലീഗിനെ സംബന്ധിച്ചുള്ള നിലപാടിൽ ആർക്കും മാറ്റമില്ലല്ലോ. ഒരു മതേതര കക്ഷിയെ അല്ല മുസ്ലിം ലീഗ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി കഴിയുക. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ പ്രത്യക്ഷത്തിൽ തീവ്രവർഗീയ കക്ഷിയായിട്ടുള്ള NDFുമായിട്ട് പരസ്യമായ ബന്ധത്തിലേർപ്പെട്ടു എന്നുള്ളതാണ്. അത് UDFിൻ്റെ ഒക്കെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമാണ്. അതിൽ UDFിൻ്റെ നേതാക്കന്മാർ അതിൽ മറുപടി പറയണം. ഫാഷിസത്തിനും വർഗീയതയ്ക്കും എതിരായ നിലപാട് സ്വീകരിക്കുകയും മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയും വേണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനനുകൂലമായ ഒരു വലിയ മുന്നേറ്റം, ഒരു മതേതര മുന്നേറ്റം തരംഗം ഇതിനകത്തുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്ങനെ കാണുന്നു ഇനിയുള്ള ദിവസങ്ങൾ? നമുക്ക് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റി എന്നുള്ള തോന്നുന്നുണ്ട്. ഇതുവരെ ഇതിപ്പോൾ സത്യത്തിൽ 3ാം റൗണ്ടാണ് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തുന്നത്, മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത്. ആദ്യം എത്താത്ത പ്രദേശത്താണ് രണ്ടാമത് എത്തിയത്, രണ്ടാമത് എത്താത്ത പ്രദേശത്താണ് ഇപ്പോൾ മൂന്നാമത് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റം ആവശ്യപ്പെട്ട് ഫൈസലിന്റെ ചുരുങ്ങിയ വാക്കുകളിലുള്ള വോട്ടഭ്യർത്ഥന. ഈ പ്രദേശത്തിന്റെ സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ, നിങ്ങളുടെ സന്തോഷങ്ങളിൽ, സങ്കടങ്ങളിലെല്ലാം നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഞാനുണ്ടാകുമെന്ന ഉറപ്പ് മാത്രമാണ് കേന്ദ്രങ്ങളിലും ഓരോ MLA-മാരെ ചുമതലപ്പെടുത്തിയുള്ള വിപുലമായ പ്രചാരണ പരിപാടികളാണ് MB ഫൈസലിന് വേണ്ടി ഓരോ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൂടെയുള്ളത് ശശീന്ദ്രൻ MLA ആണ്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പൊതുവെ എങ്ങനെ ആളുകളുടെ ഒരു മറുപടി? മലപ്പുറത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ഒരു പൊതു അഭിപ്രായം ഉയർന്നു വന്നിരിക്കുകയാണ് മണ്ഡലത്തിലാകെ. ഞാനിപ്പോൾ നെടിയിരുപ്പ് കോളനിയിലാണ്. അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ തന്നെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് UDFിൻ്റെ ഒരു ഉറച്ച കോട്ടയാണെന്നുള്ള ആ രീതിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്
മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരാണ് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി എല്ലാം മുന്നിട്ടിറങ്ങുന്നതെന്നുള്ള ഒരു പൊതുവികാരം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ മണ്ഡലത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെയും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിമോൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായി പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ കൂടി സാന്നിധ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് വിവിധ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. തീർച്ചയായിട്ടും എം പി ഫൈസൽ തന്നെ ജയിക്കും. കാരണം നമുക്ക് ഒരു മാറ്റം എന്തായാലും വേണം. കുഞ്ഞാലിക്കുട്ടി ഭരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും ഞങ്ങൾ എം പി ഫൈസൽ ജയിക്കും. 100% ഉറപ്പാണ്. ഒരു പരാതിയില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയോളം ഞങ്ങൾ ഫൈസൽ ജയിക്കും. നാടിന് ഇത്തിരിയൊക്കെ ഒരു വികസനം ഉണ്ടാവട്ടെ. ഫൈസൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരത്തിലെത്തിയപ്പോൾ പ്രചാരണത്തിന്റെ സ്വഭാവം മാറി. ഒരു നാട്ടുകാരെ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികക്കായി. ഒരു നാട്ടുകാരെ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികക്കായി. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എം പി ഫൈസൽ ലഭിക്കുന്നത് വലിയ ആവേശമാണ്. യുവാക്കളുടെ ആവേശം തന്നെയാണ് ഇതിൽ പ്രധാനം. യുവത്വത്തിന്റെ പ്രതീകമായാണ് എം പി ഫൈസലിനെ ഓരോ വോട്ടർമാരും കാണുന്നത്. നമ്മൾ സഖാവ് ജയിക്കും എം പി ഫൈസൽ അഡ്വക്കേറ്റ്. നമ്മളത് നല്ല ജനാധിപത്യം നമ്മൾ ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാൻ വേണ്ടി നമ്മളെ സഖാവ് എം പി ഫൈസൽ ഇവിടെ ജയിക്കുന്ന ഉറപ്പാണ് ഞങ്ങൾക്ക്. മലപ്പുറത്ത് നമ്മുടെ പാർട്ടി തന്നെ മുന്നേറി വരണമെന്നാണ് ആഗ്രഹം. LDF എല്ലാവിധ സപ്പോർട്ട് ഞങ്ങൾ നൽകുന്നു. LDF വിജയിക്കും ഞങ്ങൾ പ്രതീക്ഷയുമുണ്ട്. എങ്ങനെ പോകുന്നു? മഴ ഇടയ്ക്ക് വന്ന മഴ ബാധിച്ചോ? മഴ ഇല്ല, കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. ഇപ്പോൾ മഴ പെയ്ത ഏറ്റവും വലിയ സ്ഥലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയ സ്ഥലം. നല്ല ആളുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചൂടും മഴയും ചൂട് വളരെ രൂക്ഷമാണ്. അതിനൊക്കെ അതിജീവിച്ചപ്പോൾ ഒരു 5-6 ദിവസം കൂടിയല്ലേ കാര്യമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുക എന്നുള്ളത് തന്നെയാണ്. ചൂടിനെ അവഗണിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് ചുറ്റുമുള്ളത്. കടുത്ത ചൂടിലും മഴയ്ക്കും ചോർത്താനാകില്ല ഈ ആവേശം. ഈ ആവേശം തന്നെയാണ് വോട്ടർമാർക്ക് ഊർജ്ജമാകുന്നത്. ഇനി മറ്റൊരു സ്ഥാനാർത്ഥിക്കൊപ്പം കാണാം.